അനന്തപുരി ഗ്രാമത്തിൽ നരേന്ദ്രൻ എന്നൊരാളുണ്ടായിരുന്നു. അയാൾക്കൊരു ഹോട്ടലും ഉണ്ടായിരുന്നു. അയാൾ സത്യസന്ധമായിട്ടാണ് തന്റെ ഹോട്ടൽ നടത്തിപ്പോന്നത്. അവിടെ ബാക്കിയാകുന്ന ഭക്ഷണം അടുത്തുള്ള നായ്ക്കൾക്ക് കൊടുക്കുമായിരുന്നു. ഒരു ദിവസം ഹോട്ടലിന്റെ പുറത്ത് ഒരു കുരങ്ങൻ വന്നു. അവന്റെ നോട്ടം നരേന്ദ്രന്റെ കയ്യിലെ ആ ചപ്പാത്തിയിലായിരുന്നു. എടാ, നിനക്കും റോട്ടി വേണോ? വാടാ വാ, വന്ന് കഴിച്ചോ. നരേന്ദ്രൻ ആ ചപ്പാത്തി നിലത്ത് വെച്ചു. കുരങ്ങൻ അത് കണ്ട് പെട്ടെന്ന് തന്നെ ആ ചപ്പാത്തി എടുത്തു. നീ കൊള്ളാലോ. അത് കണ്ട് നരേന്ദ്രൻ കുറച്ച് ചപ്പാത്തി കഷ്ണങ്ങൾ കൂടെ താഴെ വെച്ചു. ആ കുരങ്ങൻ അതുമെടുത്ത് അവിടെ ഓടിപ്പോയി. പിന്നീട് എന്നും ആ കുരങ്ങൻ ഹോട്ടലിന് മുന്നിൽ വരാൻ തുടങ്ങി. നരേന്ദ്രൻ ആ കുരങ്ങന് ബാക്കിയാവുന്ന ചപ്പാത്തികൾ കൊടുക്കാനും തുടങ്ങി. മുതലാളിയും കുരങ്ങന്റെ സ്വഭാവം വഷളാക്കിയാണല്ലോ. ഇവൻ എല്ലാ ദിവസവും ഇവിടെ ഇങ്ങനെ വന്നു നിൽക്കും. മുതലാളിയാണെങ്കിൽ പുതിയ ചപ്പാത്തി എടുത്ത് കൊടുക്കുകയും ചെയ്യും. അതിന് കുഴപ്പമൊന്നുമില്ല അശോക. നമുക്കും കുടുംബം ഉള്ളതുപോലെ അവനും സ്വന്തമായിട്ട് കുടുംബം ഉണ്ടാകും. അവർക്ക് വേണ്ടിയാകും ചപ്പാത്തി കൊണ്ടുപോകുന്നത്, അത്രേ ഉള്ളൂ. അതെങ്ങനെ മുതലാളിക്ക് മനസ്സിലായി? അവൻ ഒറ്റക്കായിരുന്നെങ്കിൽ ഇവിടെ നിന്ന് തന്നെ എല്ലാം കഴിച്ചേനെ. പക്ഷേ അവൻ ബുദ്ധിമാനാ. ചപ്പാത്തി എല്ലാം കൊണ്ടുപോകും. എത്ര ചപ്പാത്തി കൊടുത്താലും അതെല്ലാം അവൻ എടുത്തുകൊണ്ടു പോകും. അതുകൊണ്ട് ഉറപ്പായും അവൻ അത് അവന്റെ വീട്ടുകാർക്ക് കൊടുക്കുന്നുണ്ടാകും. അത് കഴിഞ്ഞായിരിക്കും അവൻ കഴിക്കുക. ഓ, അങ്ങനെ തന്നെ ആയിരിക്കും. എന്നാ ചെല്ല്, അവൻ ആ ചപ്പാത്തി എടുത്തു കൊടുക്ക്. ഈ മിണ്ടാപ്രാണികൾക്ക് 2 ചപ്പാത്തി കൊടുത്തുവെന്ന് വെച്ച് നമുക്കൊരു നഷ്ടം ഉണ്ടാവാൻ പോടില്ല. അശോക കുരങ്ങന്റെ മുന്നിൽ 2 ചപ്പാത്തികൾ വെച്ചു. അവൻ അത് എടുത്തുകൊണ്ട് സ്ഥലം വിട്ടു. അങ്ങനെ ദിവസവും നടന്നുകൊണ്ടേയിരുന്നു. ആ കുരങ്ങൻ പിന്നീട് തന്റെ കുഞ്ഞുങ്ങളെ കൂട്ടി അങ്ങോട്ട് വരാൻ തുടങ്ങി. നരേന്ദ്രൻ അവന് കൂടുതൽ ചപ്പാത്തികൾ കൊടുക്കാനും തുടങ്ങി. നരേന്ദ്രന്റെ ഹോട്ടലിലും കച്ചവടം പൊടി പൊടിച്ചു. അതിനാൽ അവൻ അവിടെ ഒരു പയ്യനെ ജോലിക്ക് നിർത്തി, മാണിക്യൻ. അശോക് ഭക്ഷണം ഉണ്ടാക്കുകയും മാണിക്യൻ ആളുകൾക്ക് വിളമ്പുകയും ചെയ്തു വന്നു. എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. എന്നാൽ ഒരു ദിവസം അവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായി. ഒരു ട്രക്ക് അദ്ദേഹത്തെ ഇടിച്ചിട്ടു. അങ്ങനെ നരേന്ദ്രൻ ആശുപത്രിയിലായി. അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷപ്പെട്ടുവെങ്കിലും കാല് മുറിച്ചു മാറ്റി ഒരു വികലാംഗനായി തീർന്നു. നരേന്ദ്രന്റെ ഭാര്യ കരഞ്ഞു കരഞ്ഞ് വല്ലാതെ തളർന്നു. ദൈവം ഞങ്ങളോട് എന്തിന് ഇത്ര ക്രൂരത കാണിക്കുന്നെന്ന് എനിക്കറിയില്ല. എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? സുധാ, നീ ഭഗവാന് നന്ദി പറയണം. ഞാനിപ്പോഴും ജീവനോടെ ഇരിപ്പുണ്ടല്ലോ. നമ്മൾ ഇനി എങ്ങനെ ജീവിക്കുമെന്ന് ഓർക്കുമ്പോഴാ. ഭഗവാൻ എങ്ങനെ ആഗ്രഹിക്കുന്നോ അങ്ങനെ തന്നെ ജീവിക്കും. നരേന്ദ്രൻ എല്ലാ കാര്യത്തിലും നന്മ കാണുന്നവനായിരുന്നു. ആക്സിഡന്റ് ഉണ്ടായി വികലാംഗനായി പോയെങ്കിലും തന്റെ ജീവൻ രക്ഷപ്പെട്ടതിൽ അയാൾ സന്തോഷം കണ്ടെത്തി. ആക്സിഡന്റിന് ശേഷം അയാളുടെ ഹോട്ടൽ കുറെ മാസക്കാലം പൂട്ടിയിടേണ്ടി വന്നു. നരേന്ദ്രൻ വീട്ടിൽ തന്നെ കഴിച്ചുകൂട്ടി. ഇങ്ങനെയായ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ ഈ ഹോട്ടൽ തുറന്ന് പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ ശരിയാവില്ല. അതിന് നിങ്ങള് എല്ലാം ഒറ്റയ്ക്ക് എങ്ങനെ ചെയ്യും? അതിന് സുധാ, ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ. നീ എന്റെ കൂടെ ഇല്ലേ? നമ്മൾ 2 പേരും ചേർന്ന് ഹോട്ടൽ വീണ്ടും തുറക്കും. എന്താ? ശരി. നരേന്ദ്രൻ എങ്ങനെയും തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമായിരുന്നു. പിറ്റേന്ന് രാവിലെ നരേന്ദ്രനും ഭാര്യ സുധയും ഹോട്ടലിലെത്തി. ഹോട്ടൽ വളരെയധികം വൃത്തികേടായിരുന്നു. 2 ആളും ചേർന്ന് അത് വൃത്തിയാക്കി. നോക്കൂ, നമ്മളിത് വൃത്തിയാക്കി. എന്നാൽ എങ്ങനെ ഇതിന്റെ നടത്തിപ്പ്? നോക്കൂ സുധ, ഞാൻ ഭക്ഷണം പാകം ചെയ്യാം. നീയത് ആളുകൾക്ക് വിളമ്പിക്കൊടുക്ക്. പിന്നെ ടേബിൾ എല്ലാം വൃത്തിയാക്കണം. പിന്നെ കുറച്ചു കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാകുമ്പോ നമുക്കൊരു പയ്യനെ ജോലിക്ക് നിർത്താന്നേ. എന്താ? എങ്കി ശരി. ഇതൊക്കെ ആലോചിച്ച് നരേന്ദ്രൻ തന്റെ ഹോട്ടൽ പുനരാരംഭിച്ചു. ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അയാൾ ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങി. കുറച്ചു സമയം കഴിഞ്ഞ് ചില ആളുകൾ വന്നു. കൊള്ളാലോ, കുറെ നാളുകൾക്ക് ശേഷമാണല്ലേ കട തുറന്നത്. അവിടെ വന്നവർക്ക് നരേന്ദ്രന്റെ കാല് കണ്ടപ്പോ അയാളോട് വല്ലാത്ത സഹതാപം തോന്നി. അയ്യോ, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ആരെങ്കിലും കരുതിയോ? എന്തെങ്കിലും ആവട്ടെ, വരാനുള്ളതൊന്നും വഴി തങ്ങില്ലല്ലോ. ശരി, എനിക്കൊരു ഊണെടുത്തോളൂ. ശരി, ഇപ്പൊ കൊണ്ടുവരാം. നരേന്ദ്രൻ ഭക്ഷണം ഉണ്ടാക്കുകയും സുധയത് ആളുകൾക്ക് വിളമ്പാനും തുടങ്ങി. അവരുടെ ജീവിതം പച്ച പിടിക്കാനും തുടങ്ങി. പണ്ടത്തെ പോലെ അല്ലെങ്കിലും ക്രമേണ സമ്പാദ്യം വന്നു തുടങ്ങി. കുറച്ചു ദിവസങ്ങൾ കൂടി ആ രീതിയിൽ കടന്നുപോയി. നരേന്ദ്രൻ വീണ്ടും ആ കുരങ്ങുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ ആരംഭിച്ചു. കുരങ്ങൻ പതിവ് പോലെ വരാനും തുടങ്ങി. ഒരു ദിവസം സുധയ്ക്ക് തീരെ വയ്യാതെയായി.
എന്നിട്ടും അവർ ഹോട്ടലിലേക്ക് വരാൻ തയ്യാറെടുത്തു. സുധാ, നിനക്ക് നല്ല പനിയാണല്ലോ. നീ ഈ അവസ്ഥയിൽ എങ്ങനെ ജോലിയെടുക്കാനാ? നീ ഇന്ന് നന്നായി വിശ്രമിക്ക്. ഹോട്ടലിലെ കാര്യങ്ങളെല്ലാം ഞാൻ ഒറ്റയ്ക്ക് നോക്കിക്കോളാം. നീ വിഷമിക്കണ്ട. പക്ഷെ നിങ്ങൾക്കിതെങ്ങനെ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയും? നീ വിഷമിക്കണ്ടെന്നേ, ഞാൻ നോക്കിക്കോളാം. നീ ഒന്ന് നന്നായി വിശ്രമിക്കേ. ഞാൻ വികലാംഗനായതിനു ശേഷം നീ ഇവിടെ കിടന്ന് നന്നായി കഷ്ടപ്പെടുന്നുണ്ട് സുധാ. ഇന്ന് നീ നന്നായി വിശ്രമിക്കേ. സുധയ്ക്ക് വിശ്രമിക്കാനൊന്നും തീരെ ആഗ്രഹമില്ലായിരുന്നു. പക്ഷെ നരേന്ദ്രൻ അവരെ വീട്ടിൽ വിശ്രമിക്കാൻ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. നരേന്ദ്രൻ അങ്ങനെ അന്ന് ഒറ്റയ്ക്കാണ് ഹോട്ടലിലെത്തിയത്. കുറച്ചു കഴിഞ്ഞപ്പോ ആളുകൾ വരാനും തുടങ്ങി. എടോ, ഒരു ചായ തന്നേ. ഇപ്പൊ കൊണ്ടുവരാം. നരേന്ദ്രൻ തന്നെ ചായ ഉണ്ടാക്കുകയും ഊന്നുവടിയുടെ സഹായത്തോടെ അതൊക്കെ എല്ലാവർക്കും വിളമ്പാനും തുടങ്ങി. അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ട് അദ്ദേഹം ഭക്ഷണം ഉണ്ടാക്കുകയും ആളുകൾക്ക് വിളമ്പുകയും ചെയ്യുന്നത് ആ കുരങ്ങൻ കാണുന്നുണ്ടായിരുന്നു. ആ കുരങ്ങൻ എന്താ ചിന്തിച്ചതെന്നറിയില്ല. അവൻ പെട്ടെന്ന് തന്നെ ഹോട്ടലിനകത്തേക്ക് കയറി ഭക്ഷണത്തിന്റെ പാത്രങ്ങളും എടുത്ത് അവിടെയുള്ള ആളുകൾക്ക് വിളമ്പാൻ തുടങ്ങി. നരേന്ദ്രൻ ആകെ അമ്പരന്നു പോയി. ഈ കുരങ്ങൻ എന്താ ഇങ്ങനൊക്കെ ചെയ്യുന്നതെന്ന് അയാൾക്ക് മനസ്സിലായില്ല. ആ കുരങ്ങൻ അവിടെ തന്നെ ഇരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ കൂടുതൽ ആളുകൾ അങ്ങോട്ട് വരാൻ തുടങ്ങി. ചേട്ടാ, 3 ഊണെടുത്തോ? അതാ ഇപ്പൊ കൊണ്ടുവരാം. നരേന്ദ്രൻ ഭക്ഷണം പാത്രത്തിലേക്ക് എടുത്തു വെച്ചു. ആ കുരങ്ങൻ വളരെ ശ്രദ്ധയോടെ ആളുകളുടെ മേശമേലേക്ക് ഭക്ഷണം കൊണ്ടുവയ്ക്കാൻ തുടങ്ങി. വീണ്ടും വീണ്ടും അത് തന്നെ ചെയ്തുകൊണ്ടേയിരുന്നു. ആളുകളെല്ലാം ഇത് കണ്ട് അമ്പരന്നു. ഇത് കൊള്ളാലോ ചേട്ടാ. നിങ്ങളുടെ ഹോട്ടലിൽ കുരങ്ങനാണോ ജോലി ചെയ്യുന്നേ? അങ്ങനെയൊന്നുമില്ല. ഇവൻ ഇവിടുത്തെ ജോലിക്കാരനൊന്നുമല്ല. എന്നെ സഹായിക്കാൻ നിൽക്കുന്നതാ. ഞാൻ ഇവന് ചപ്പാത്തി കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് ഈ പാവം എന്റെ സഹായത്തിന് വേണ്ടി ജോലി ചെയ്യുന്നതാ. നന്നായിട്ടുണ്ട്. അന്ന് മുഴുവനും ആ കുരങ്ങൻ ആ ഹോട്ടലിൽ പണിയെടുത്തു. ഉച്ചയ്ക്ക് ശേഷം കുരങ്ങന് നരേന്ദ്രൻ 3-4 ചപ്പാത്തികൾ കൊടുത്തു. ഉടനെ അവൻ അതെടുത്തുകൊണ്ട് അവിടുന്ന് പോയി. എനിക്ക് തോന്നുന്നു ഇവൻ ഇനി വരാൻ സാധ്യതയില്ല. എന്നാൽ കുറച്ചു കഴിഞ്ഞ് ആ കുരങ്ങൻ തിരിച്ചു വരുന്നത് കണ്ടപ്പോ നരേന്ദ്രൻ ശരിക്കും ഞെട്ടി. കാരണം ഇപ്രാവശ്യം അവന്റെ കൂടെ കുടുംബവും ഉണ്ടായിരുന്നു. ആ കുട്ടികളെ തൊട്ടടുത്തുള്ള മരത്തിലിരുത്തിയിട്ട് 2 കുരങ്ങുകളും കൂടി ഹോട്ടലിനകത്തേക്ക് വന്നിരുന്നു. ഭക്ഷണം പാകമായപ്പോഴേക്കും അവരത് ആളുകൾക്ക് കൊണ്ടുപോയി കൊടുക്കുവാനും തുടങ്ങി. കഴിച്ചു തീർത്ത പാത്രങ്ങളെല്ലാം തിരിച്ചെടുക്കുകയും ചെയ്തു. രാവിലെ മുതൽ രാത്രി വരെ ഈ കാര്യം തുടർന്നുകൊണ്ടേയിരുന്നു. നന്ദി സുഹൃത്തേ. നരേന്ദ്രൻ ആ കുരങ്ങന്റെ കുടുംബത്തിനായി ഭക്ഷണം ഉണ്ടാക്കിയെടുത്തു. എന്നിട്ട് അവരെ കഴിപ്പിക്കുകയും ചെയ്തു. പിന്നീടെന്നും ആ കുരങ്ങൻ കുടുംബം ആ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വരാൻ തുടങ്ങി. ഒരു ഗ്രാമത്തിൽ മീനയെന്നും റീനയെന്നും 2 സഹോദരിമാർ ജീവിച്ചിരുന്നു. റീന മൂത്തവൾ, പിന്നെ റീന അവളെക്കാൾ 2 വയസ്സിന് ഇളയതും. രണ്ടുപേരും തമ്മിൽ ഒരുപാട് സ്നേഹത്തിലായിരുന്നു. അവർ രണ്ടുപേരും എപ്പോഴും ഒരുമിച്ചായിരുന്നു. അവരുടെ അച്ഛനും റീന മീന എന്ന പേരിൽ ഒരു ഡാബയും ഉണ്ടായിരുന്നു. അവരുടെ അച്ഛൻ മരിച്ചതിന് ശേഷം റീനയും മീനയുമാണ് ആ ഡാബ നടത്തിക്കൊണ്ടുവന്നിരുന്നത്. മീനി, നിനക്ക് ഓർമ്മയുണ്ടോ നാളെ നമുക്ക് പച്ചക്കറിയുടെ സ്റ്റോക്ക് എടുത്തു കൊണ്ടുവരണം? എനിക്ക് ഓർമ്മയുണ്ട് ചേച്ചി. രാവിലെ വാൻ റെഡിയാക്കാൻ ഞാൻ ഹരിയോട് പറഞ്ഞിട്ടുമുണ്ട്. നല്ല കാര്യം. വാ, നമുക്ക് കഴിഞ്ഞ മാസത്തെ കണക്കെടുത്ത് നോക്കാം. ആ 2 സഹോദരിമാരും ഇതുപോലെ ഡാബയിലെ ജോലിയെല്ലാം ഒരുമിച്ച് ചെയ്യുമായിരുന്നു. രണ്ടുപേർക്കുമിടയിൽ ഇതുവരെ ഒരു പ്രശ്നവും വന്നിട്ടേയില്ല. രണ്ടുപേർക്കും തമ്മിൽ ഒരുപാട് സ്നേഹമുണ്ടായിരുന്നു. അടുത്ത ദിവസം രാവിലെ, റീന എഴുന്നേക്ക്, വാ, നമുക്ക് വേഗം പുറപ്പെടണം. റീന ഒരു മറുപടിയും പറഞ്ഞില്ല. അതുകൊണ്ട് മീന റീനയെ തൊട്ടുനോക്കി. അപ്പോൾ റീനയ്ക്ക് നന്നായി പനിക്കുന്നുണ്ടെന്ന് മീന മനസ്സിലാക്കി. അയ്യോ, ഇതെന്താ? റീനയുടെ ദേഹം ചൂടുണ്ടല്ലോ. ഇവൾക്കിതെങ്ങനെ പെട്ടെന്ന് ഇത്ര പനി പിടിച്ചു? ഞാൻ ഉടനെ നല്ല ഡോക്ടറെ വിളിക്കണം. മീന ഉടനെ ഹരിയയോട് പറഞ്ഞ് ഒരു ഡോക്ടറിനെ വിളിച്ചു വരുത്തി. ഡോക്ടർ റീനയെ ചെക്ക് ചെയ്തിട്ട് ചില മരുന്നുകളും കുറിച്ചു കൊടുത്ത് അവളോട് നന്നായി വിശ്രമിക്കാൻ പറഞ്ഞു. മീനയും റീനയോട് നന്നായി വിശ്രമിക്കുമെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ മീനെ, നീ ഇപ്പൊ എങ്ങനെ ഒറ്റയ്ക്ക് പോകും? ഡാബ എങ്ങനെ നീ നോക്കും? ഈ സമയത്താണോ എനിക്ക് അസുഖമൊക്കെ വരേണ്ടത്? റീന, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. നീ ആദ്യം നിന്റെ ആരോഗ്യം നന്നായി നോക്ക്. ഞാനിപ്പോ ഹരിയോടൊപ്പം ചെല്ലാം. പിന്നെ പച്ചക്കറി വാങ്ങിയിട്ട് ഡാബയിലേക്ക് വരാം. അത് കഴിഞ്ഞ് നിന്നെ കാണാൻ വരാം. മീന ഇതുവരെ ഒരിക്കലും തനിച്ച് ഒരു കാര്യവും ചെയ്തിട്ടേയില്ല. അതുകൊണ്ട് അവൾക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു. അവൾ ഹരിയെയും കൂട്ടി പച്ചക്കറി മാർക്കറ്റിലേക്ക് പോയി. അവിടെ അവൾ ഒരു പച്ചക്കറി കടക്കാരനെ കണ്ടു. വരൂ മേഡം, വരൂ. ഏത് പച്ചക്കറിയാ പാക്ക് ചെയ്യേണ്ടത്?
എല്ലാം ഫ്രഷാണ്. ഏതാണ് വേണ്ടത് മാഡം? ചേട്ടാ 5 കിലോ തക്കാളി പിന്നെ 10 കിലോ ഉരുളക്കിഴങ്ങ്. അയ്യോ മാഡം, ചേട്ടനെന്ന് വിളിക്കരുതേ. എനിക്കും നിങ്ങളുടെ പ്രായമാണ്. എന്റെ പേര് രാഹുൽ. എന്റെ പേര് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ആഹാ അതെ അതെ, അപ്പൊ രാഹുൽ അങ്ങുന്നേ. ഇങ്ങനെ രാഹുലിനും മീനയ്ക്കുമിടയിൽ സംഭാഷണങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു. അന്നു മുതൽ മീന എന്നും പച്ചക്കറി രാഹുലിന്റെ കയ്യിൽ നിന്നേ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ അവനോട് തന്റെ ഡാബയെക്കുറിച്ച് എല്ലാം തന്നെ പറഞ്ഞു. ഹാ, ഞാനും എന്റെ ചേച്ചിയാണ് ഡാബ നടത്തുന്നത്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും പൈസ പാതിയാക്കി വീതിക്കും. ഞങ്ങൾക്ക് അച്ഛനില്ല. എന്റെ ചേച്ചി വളരെ നല്ലവരാ. എന്നെ വളരെ നന്നായി നോക്കും. രാഹുൽ മീന പറയുന്നതെല്ലാം ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടേ നിന്നു. അതിനുശേഷം അവൻ ഇങ്ങനെ പറഞ്ഞു. മീനെ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. നീ എന്റെ കൂടെ എന്റെ വീട്ടിലേക്ക് വരുന്നു. ഹാ, പക്ഷെ ഞാനിപ്പോ ഡാബയിൽ ചെന്ന് പണി ചെയ്യണം. ഇന്ന് എന്റെ ചേച്ചിയും അവിടെയില്ല. ഞാൻ ഒറ്റയ്ക്കല്ല എങ്ങനെ നോക്കുമെന്ന് അറിയില്ല. ആ ശരി, എന്നാൽ ഞാൻ നിന്റെ കൂടെ വരാം. നിനക്ക് തനിയെ കഷ്ടപ്പെടേണ്ട ആവശ്യവും വരില്ല. എനിക്കും നിന്റെ കൂടെ കുറച്ച് സമയം ചിലവഴിക്കാം. മീന രാഹുലിനെ തന്നോടൊപ്പം ഡാബയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ആ ഡാബ കണ്ട് രാഹുൽ മീനയോട് ഇങ്ങനെ പറഞ്ഞു. നിന്റെ ഡാബ കാണാൻ അടിപൊളിയാണല്ലോ. എന്നാൽ ഇതിനൊരു പ്രശ്നമുണ്ട്. ഇതിൽ റീന മീന ഡാബ എന്ന് പേര് വെക്കാതെ മീന ഡാബ എന്ന് മാത്രം പേര് വെച്ചാൽ മതിയായിരുന്നു. നീ എത്രത്തോളം സുന്ദരിയാ, എത്രത്തോളം അധ്വാനിക്കുന്നു. എന്റെ ആഗ്രഹം ഇതിൽ മീന ഡാബ എന്ന് മാത്രം മതിയെന്നാ. ഇല്ല, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഈ ഡാബ ഞങ്ങൾ രണ്ടുപേരുടെ പ്രയത്നമാണ്. അതുകൊണ്ട് ഇതിന്റെ പേര് റീന മീന ഡാബ എന്നാണ്. ഇപ്പോൾ ഞാനില്ലേ നിന്നെ സഹായിക്കാൻ. ഇപ്പോൾ നിന്റെ ചേച്ചിയുടെ ആവശ്യം എവിടെ എന്താ? ഒന്ന് ചിന്തിക്ക്. ഇപ്പോൾ ഈ ഡാബ് മുഴുവനും നിന്റെ സ്വന്തമാണെന്ന് കരുത്. നമുക്ക് രണ്ടുപേർക്കും എത്ര സന്തോഷത്തോടെ ജീവിക്കാം. റീനയ്ക്ക് ഒരുപാട് നാളായി രോഗം ഭേദമായതേയില്ല. മറ്റൊരു വശത്ത് രാഹുൽ മീനയെ പതുക്കെ പതുക്കെ റീനയ്ക്ക് എതിരായി മാറ്റി. അവൻ മീനയോട് ആ ഡാബ അവളുടെ പേരിൽ എഴുതി വാങ്ങിക്കാൻ വേണ്ടി പറയും. പിന്നെ അവളെ കല്യാണം കഴിക്കാമെന്നും പറയും. അങ്ങനെ രണ്ടുപേർക്കും സന്തോഷമായി ജീവിക്കാമെന്നും പറയും. മീനയും പതുക്കെ പതുക്കെ അവൻ പറയുന്നത് കേൾക്കാൻ തുടങ്ങി. അങ്ങനെ ഡാബയുടെ മുദ്രപത്രം റെഡിയാക്കി റീനയെ കബളിപ്പിച്ച് അവളുടെ ഒപ്പും വാങ്ങിച്ചു. റീനയുടെ അസുഖം ഭേദമായതേയില്ല. അതുകൊണ്ട് റീന ഒന്നും ചോദിക്കാതെ ആ മുദ്രപത്രത്തിൽ ഒപ്പിട്ടു. അതിനുശേഷം മീന അവരുടെ പേരായ റീന മീന ഢാബ എന്നത് മാറ്റി മീന ഢാബ എന്ന് മാത്രം വെച്ച് രാഹുലിന്റെ കൂടെ തന്നെ ജീവിക്കാൻ തുടങ്ങി. ഇപ്പോൾ റീനയുടെ അസുഖവും ഭേദമായി. അവൾ ഢാബയിലേക്കും പോയി. അവൾ രാഹുലിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്നാൽ രാഹുലിനെ കണ്ടതും അവൻ ആള് ശരിയല്ല എന്നുള്ളത് അവൾക്ക് മനസ്സിലായി. മീനെ, നീ എന്താ ചെയ്യുന്നത്? നീ എന്തിനാ നമ്മുടെ ബോർഡ് മാറ്റിയത്? പിന്നെ ഇതാരാ? ഇപ്പൊ ഈ ഡാബ എന്റെയാ. നിനക്ക് ഇതിലൊരു അർഹതയുമില്ല. നിനക്ക് വേണമെങ്കിൽ ഞാൻ ആ പേപ്പർ കാണിക്കാം. പിന്നെ റീന, നീ ഇവിടുന്ന് നിരന്തരമായി പോകുന്നതാ നിനക്ക് നല്ലത്. പിന്നെ ഈ ഡാബയെ എന്റെ കാമുകനോടൊപ്പം നോക്കാൻ സമ്മതിക്കേ. രാഹുലാണ് ഇപ്പോൾ മീനയുടെ മനസ്സ് മാറ്റിയതെന്ന് റീനയ്ക്ക് മനസ്സിലായി. അപ്പോൾ അവനുമായി വഴക്കുണ്ടാക്കുന്നത് ശരിയാവില്ല എന്നവൾ കരുതി. ഇതെല്ലാം ചെയ്തത് രാഹുലാണെന്നുള്ളത് റീനയ്ക്ക് വളരെ നന്നായി മനസ്സിലായി. രാഹുലിനോടുള്ള പ്രേമമാണ് മീനയെ ഇപ്പോൾ ഇങ്ങനെ മാറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് അവൾ അവിടെ നിന്നും പോയി. അതിനുശേഷം മീന ഡാബയുടെ മുൻപിൽ തന്നെ ഒരു ചെറിയ തട്ടുകടയിൽ റീന ഢാബ എന്ന പേരിൽ ഒരു ഢാബ റീന നടത്താൻ തുടങ്ങി. എന്നാൽ ഫേമസ് ആയ മീന ഢാബ ഉള്ളതുകൊണ്ട് റീനയുടെ ഢാബയിലേക്ക് ആരും തന്നെ വന്നില്ല. എന്റെ ഡാബ നന്നായി നടക്കുന്ന പോലെ ഞാൻ വേണം എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ. അത് കഴിഞ്ഞ് എനിക്ക് മീനയോട് സത്യം പറയാനാകൂ. എന്നിട്ട് രാഹുലിന്റെ കയ്യിൽ നിന്ന് അവളെ രക്ഷപ്പെടുത്താനാകൂ. റീന ഒരുപാട് ചിന്തിച്ച ശേഷം അവൾക്ക് ഒരു ഐഡിയ തോന്നി. അവൾ ഒരു പാത്രത്തിൽ തന്നെ 54 തരത്തിലുള്ള ഭക്ഷണങ്ങൾ കസ്റ്റമേഴ്സിന് കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ കസ്റ്റമേഴ്സിന് ഒരുപാട് വെറൈറ്റി കിട്ടുമെന്നും അവൾ കരുതി. അപ്പോൾ ഒരു പാത്രം കൊണ്ട് തന്നെ അവരുടെ മനസ്സും വയറും ഒരുമിച്ച് നിറയുമല്ലോ. ഇങ്ങനെ എന്തെങ്കിലും പുതിയതായി ചെയ്താൽ തന്റെ ഡാബയിലേക്ക് ഒരുപാട് ആൾക്കാർ വരുമെന്ന് അവൾ കരുതി. ഹാ, ഈ ഐഡിയ വളരെ നന്നായിട്ടുണ്ട്. ഞാൻ ഇതിന്റെ പേര് ബാഹുബലി താലി എന്ന് വെക്കാം. പിന്നെ എന്റെ ഈ ബാഹുബലി താലി സിറ്റി മുഴുവനും ഫേമസ് ആകും. റീന തന്റെ ബാഹുബലി ഥാലി ലോഞ്ച് ചെയ്തു. അങ്ങനെ നോക്കി നിൽക്കെ തന്നെ റീനയുടെ ബാഹുബലി ഥാലി സിറ്റി മുഴുവനും ഫേമസ് ആയി. അങ്ങനെ അവളുടെ റീന ഢാബയെ എല്ലാവരും ബാഹുബലി റീന ഢാബ എന്ന് വിളിക്കാനും തുടങ്ങി. അവൾ ഒരുപാട് പണം സമ്പാദിച്ച് അവളുടെ ഢാബ വളരെ വലിയൊരു ഢാബയാക്കി മാറ്റി. ഇത് കാരണം മീനയ്ക്ക് തന്റെ മീന ഢാബ അടയ്ക്കേണ്ടതായി വന്നു.
ഒരു രാത്രിയിൽ റീന തന്റെ ഢാബ അടച്ചുകൊണ്ടിരുന്നപ്പോൾ ആരോ രണ്ടാൾക്കാർ ഒച്ചപ്പാടോടെ ബഹളമുണ്ടാക്കുന്നത് കേട്ടു. ആ, നിന്റെ കയ്യിൽ ഇപ്പോൾ ഒന്നും ബാക്കിയില്ലല്ലോ. എനിക്ക് നിന്റെ കൂടെ ഒന്നും ജീവിക്കാൻ വയ്യ. ഞാൻ പോകുക. നീ തന്നെ നിന്റെ ഡാബ നടത്ത്. ഒന്നും പറ്റില്ലെങ്കിൽ ഇവിടെ ഇരുന്നോ. ഇവിടെ ഈ ഡാബയിൽ തന്നെ നീ തൂങ്ങിച്ചാവ്. പക്ഷേ നീ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞില്ലേ? പിന്നെ എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവുമെന്ന് നീ പറഞ്ഞു. പണമുള്ളതുവരെ സ്നേഹമൊക്കെ കാണും. ഇപ്പോൾ നിന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് എനിക്കറിയില്ലേ. ഇത് എല്ലാം കേട്ട് മീന കരയാൻ തുടങ്ങി. രാഹുൽ അവിടെ നിന്നും പുറപ്പെട്ടു പോയി. അപ്പോൾ റീന മീനയുടെ അടുത്തേക്ക് വന്നു. അവൾ മീനയെ കെട്ടിപ്പിടിച്ചു. മീന ഒരുപാട് കരഞ്ഞു. അവൾ റീനയോട് മാപ്പും ചോദിച്ചു. റീനയും അപ്പോൾ മീനയോട് ക്ഷമിച്ചു. അങ്ങനെ ആ രണ്ട് സഹോദരിമാരും ചേർന്ന് അവരുടെ രണ്ട് ഢാബയായ മീന ഢാബയും പിന്നെ റീന ഢാബയും നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോയി നാട് മുഴുവനും ഫേമസ് ആയി. സീതാപൂർ എന്ന ഒരു ഗ്രാമമുണ്ടായിരുന്നു. അവിടെ സരസ്വതി എന്ന പേരുള്ള വൃദ്ധയായ സ്ത്രീ തന്റെ പേരക്കുട്ടിയോടൊപ്പം ജീവിച്ചിരുന്നു. അവന്റെ പേരാണ് ബൻസി. അവന് 5 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ബൻസിയുടെ മാതാപിതാക്കൾ കുറച്ചു മുൻപേ മരണമടഞ്ഞിരുന്നു. അപ്പോൾ മുതൽ സരസ്വതി അമ്മയാണ് ബൻസിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. അവരുടെ ജീവിതം ദാരിദ്ര്യം നിറഞ്ഞതായിരുന്നു. മുത്തശ്ശി, ഇന്ന് ഗ്രാമത്തിന്റെ പുറത്തിൽ വന്നിട്ട് സർക്കസ് വെച്ചിട്ടുണ്ട്. ഗ്രാമത്തിലുള്ള എല്ലാ പിള്ളേരും ആ സർക്കസിന് പോകുന്നുണ്ട്. എന്നെ അവരുടെ കൂടെ ഒന്ന് പോകാൻ അനുവദിക്കോ? ഇത്രയും ജനങ്ങൾക്കിടയിൽ നിന്നെ കാണാതായെങ്കിലോ? നിന്നെ പിന്നെ എങ്ങനെ കണ്ടുപിടിക്കും? ഇല്ല, ഞാൻ ഒരിക്കലും നിന്നെ അങ്ങോട്ടേക്ക് വിടില്ല. ബൻസി ഇങ്ങനെ വാശി പിടിക്കുന്നതിനിടയിൽ അങ്ങോട്ടേക്ക് അവരുടെ അയൽവാസി ഭീംനാഥ് വന്നു. അമ്മേ, ബൻസിയെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയേക്കാം. ആ സർക്കസ് അവിടെ കുറെ സ്വീറ്റ്സും ബണ്ണൊക്കെ കിട്ടുന്ന പറഞ്ഞിരിക്കുന്നത്. ബൻസിയെ ഞാൻ വളരെ ശ്രദ്ധയോടെ നോക്കിക്കോളാം. നിങ്ങളൊന്നും വിഷമിക്കണ്ട. മുത്തശ്ശി, ഇപ്പോഴെങ്കിലും ഒന്ന് പോവാൻ വിടുവോ? എനിക്കും പോയിട്ട് ആ സർക്കസ് കാണണം. ശരി ശരി, അങ്ങനെയെങ്കിൽ നീ പൊയ്ക്കോ. ദാ 5 രൂപ. സരസ്വതി തന്റെ കയ്യിൽ ബാക്കിയുണ്ടായിരുന്ന 20 രൂപയിൽ 5 രൂപ ബൻസിക്ക് കൊടുത്തുവിട്ടു. ബാക്കി 15 രൂപ തന്റെ കയ്യിൽ തന്നെ സൂക്ഷിച്ചു വെച്ചു. അത് പാൽക്കാരനും പച്ചക്കറിക്കാരനും കൊടുക്കണമായിരുന്നു. എന്റെ ദൈവമേ, എന്റെ ബൻസിയെ സംരക്ഷിക്കണേ. ഒരു ഒഴിവുള്ള ദിവസമായിട്ടുകൂടി അവനെ എനിക്ക് ഒന്നും കൊടുക്കാൻ പറ്റിയില്ല. ബൻസി ഭീംനാഥിന്റെ കൂടെ ഉത്സവപ്പറമ്പിലേക്ക് പോയി. ഗ്രാമത്തിലെ എല്ലാ കുഞ്ഞുങ്ങളും വളരെ ഉത്സാഹഭരിതരായിരുന്നു. ചിലർ കളിപ്പാട്ടം വാങ്ങാൻ ആഗ്രഹിച്ചു, മറ്റു ചിലർ മിഠായി. ബൻസി മാത്രം ശാന്തനായി അവരെ നോക്കിക്കൊണ്ടു നിന്നു. എന്റെ കയ്യിൽ 10 രൂപയുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ നല്ല കളിപ്പാട്ടം വാങ്ങും. എന്റെ അടുത്തും കാശുണ്ട്. ഞാനൊരു നല്ല പാവ വാങ്ങാൻ പോവാണല്ലോ. പിന്നെ കുറെ ഞാൻ സ്വീറ്റ്സും കഴിക്കാൻ പോവുകയാണ്. എല്ലാ കുഞ്ഞുങ്ങളും ഭീംനാഥിന്റെ കൂടെ ഉത്സവപ്പറമ്പിലേക്ക് എത്തിച്ചേർന്നു. അവിടുത്തെ അലങ്കാരങ്ങൾ കണ്ട് ബൻസിക്ക് ഒരുപാട് സന്തോഷമായി. അപ്പോൾ ഭീംനാഥ് ബൻസിയോട് പറഞ്ഞു, പോ മോനെ ബൻസി, പോയി എന്തെങ്കിലും കളിച്ചിട്ട് ഇല്ലെങ്കിൽ എന്തെങ്കിലും സ്വീറ്റ് പോയി കഴിച്ചിട്ട് വാ. അങ്കിൾ, ഇവിടെ ഈ പാത്രം കട എവിടെയാ ഉള്ളത്? ഞാൻ അവിടെ കുറച്ച് സാധനങ്ങൾ വാങ്ങണമെന്നാ വിചാരിക്കുന്നത്. പാത്രക്കടയിൽ നിനക്കെന്താ ജോലിയുള്ളത്? ദേ അവിടെ നോക്ക്, അവിടെ മുമ്പിലാണ് ഉള്ളത്. അദ്ദേഹം പറഞ്ഞത് കേട്ട് ബൻസി വേറെ യാതൊന്നും ആലോചിക്കാതെ പാത്രത്തിന്റെ കടയിലേക്ക് ഓടി. ഈ ചിംട്ട എത്രയാണ്? 8 റുപ്യ. നിങ്ങൾ എനിക്ക് ഈ ചിംട്ട ഒരു 5 റുപ്യക്ക് തരാൻ പറ്റുമോ? ഇത് കേട്ടപ്പോൾ ബൻസി ചിന്തിച്ചു, ആ കടക്കാരൻ തന്നെ വഴക്കു പറയുമെന്ന്. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ആ കടക്കാരൻ ചിംട്ട 5 രൂപയ്ക്ക് ബൻസിക്ക് കൊടുത്തു. ആ ചിംട്ടയും വാങ്ങി ബൻസി ഭീംനാഥിന്റെ സമീപത്തേക്കെത്തി. എടാ ബൻസി, നീ എന്തിനാ ഈ ചിംട്ട വാങ്ങിയിരിക്കുന്നത്? എന്റെ മുത്തശ്ശി റൊട്ടി ചുടുമ്പോൾ അവരുടെ കൈ പൊള്ളി പോകുന്നുണ്ട്, അറിയാമോ നിങ്ങൾക്ക്? അതുകൊണ്ടാണ് ഞാൻ ഈ ചിംട്ട വാങ്ങിയത്. ഇപ്പൊ അവര് ചപ്പാത്തി ചുടുമ്പോൾ അവരുടെ കൈ പൊള്ളില്ലല്ലോ. ബൻസിയും ഭീംനാഥും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും അവിടെ മറ്റു കുഞ്ഞുങ്ങളും എത്തി. അവർ രണ്ടുപേരും ബൻസിയുടെ കയ്യിലുള്ള ചിംട്ട കണ്ട് ചിരിക്കാൻ തുടങ്ങി. ഇത് കണ്ടോ, ഞാൻ മണ്ണിന്റെ പട്ടാളക്കാരനെ വാങ്ങി. എന്റെ പട്ടാളക്കാരൻ എന്റെ വീട് സംരക്ഷിക്കും. എടാ, ഇത് കണ്ടില്ലേ, ഞാൻ പുതിയ വക്കീൽ വാങ്ങിയിട്ടുണ്ട്. എന്റെ വക്കീൽ ദിവസം ഒരു കേസ് വാദിക്കും. ബൻസിയുടെ കയ്യിൽ ചിംട്ടയാ ഉള്ളത്. ആ ചിംട്ട കൊണ്ട് ബൻസിക്ക് ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല.
എന്റെ ചിംട്ടേനെ കണ്ട് പേടിച്ച് നിന്റെ ശിപ്പായിയും പിന്നെ ഈ വക്കീലും രണ്ടുപേരും സ്ഥലം കാണാതെ അങ്ങ് ഓടിപ്പോവും. നിങ്ങളുടെ രണ്ടുപേരുടെ പാവയും മണ്ണിലാണ് ചെയ്തത്. തറയിൽ വീണ് പോയാൽ അത് പൊട്ടിപ്പോകും. പിന്നെ എന്റെ ഈ ചിംട്ട ഇരുമ്പിൽ ചെയ്തതാണ്. ഇത് പല വർഷങ്ങളായി ഇങ്ങനെ തന്നെ നിൽക്കും. നിന്റെ ചിംട്ട ദിവസവും തീയിലാണ് അടി വാങ്ങാൻ പോകുന്നത്. ശരിക്കുള്ള ഹീറോ ആണ് തീക്കളി കളിക്കാൻ പോകുന്നത്. എന്റെ ചിംട്ടയാണ് ശരിക്കുള്ള ഹീറോ. എല്ലാ മത്സരങ്ങളിലും ബൻസിയുടെ ചിംട്ടയാണ് ജയിച്ചത്. ബൻസിയുടെ പക്വത കണ്ട് ഭീംനാഥ് ചിരിച്ചുകൊണ്ടേയിരുന്നു. ബൻസി തന്റെ മുത്തശ്ശിയുടെ അടുത്ത് പോയി ആ ചിംട്ട കൈമാറി. ഇതെന്താ ബൻസി, നീ എന്താ ഈ ചിംട്ട വാങ്ങിയത്? നിനക്ക് ഉത്സവപ്പറമ്പിൽ എത്രമാത്രം സാധനങ്ങൾ കഴിക്കാമായിരുന്നു, കളിപ്പാട്ടങ്ങൾ വാങ്ങാമായിരുന്നു. ഇവിടെ നോക്കു മുത്തശ്ശി, നിങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ കൈ പൊള്ളിപ്പോകുന്നില്ലേ? അതുകൊണ്ടാണ് ഞാൻ ഈ ചിംട്ട വാങ്ങിച്ചത്. ബൻസി പറഞ്ഞത് കേട്ട് മുത്തശ്ശിയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ വന്നു. എന്റെ കയ്യിൽ കുറച്ചുകൂടി പണം ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ബൻസിക്ക് എല്ലാ സുഖങ്ങളും നൽകാൻ കഴിയുമായിരുന്നു. അവന് നല്ല വസ്ത്രങ്ങൾ, നല്ല കളിപ്പാട്ടങ്ങൾ എല്ലാം വാങ്ങി നൽകുമായിരുന്നു. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ കടന്നുപോയി. സരസ്വതി എങ്ങനെയൊക്കെയോ തന്റെ ജീവിതം തള്ളി നീക്കി. ഒരു രാത്രി പെട്ടെന്ന് കാറ്റടിക്കാൻ തുടങ്ങി. ഇടിമിന്നലും വളരെ കൂടുതലായിരുന്നു. പെട്ടെന്ന് ബൻസിയുടെ ശ്രദ്ധ വീടിന് പുറത്തേക്ക് പോയി. അവിടെ അവൻ എന്താണ് കണ്ടതെന്നോ, ഒരു ചെറിയ ദേവത അവനെ വിളിക്കുന്നത് പോലെ തോന്നി. ബൻസി, എന്റെ അടുത്തേക്ക് വാ, വരൂ, നിനക്ക് വേണ്ടി ഞാൻ കളിപ്പാട്ടങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കുഞ്ഞു ദേവതയുടെ ശബ്ദം കേട്ട് ബൻസി അവളുടെ അടുത്തേക്ക് പോയി. അവിടെ ആ ദേവത ഒരു കുഞ്ഞു വണ്ടിയുടെ അടുത്തായിരുന്നു ഉണ്ടായിരുന്നത്. എന്നിട്ട് ബൻസിയോട് പറഞ്ഞു, നീ നിന്റെ മുത്തശ്ശിയോട് പറയണം ഈ വണ്ടിയിൽ കോഫ്ത ഉണ്ടാക്കി വിൽക്കണമെന്ന്. മധുരമുള്ള കോഫ്ത, പാലക്കിന്റെ കോഫ്ത, പിന്നെ പനീർ കോഫ്ത. പക്ഷേ നീ ആരാണ്? നീ എന്തിനു വേണ്ടി ഞങ്ങളെ സഹായിക്കുന്നത്? അത് കേട്ടപ്പോൾ ആ കുഞ്ഞു ദേവത ബൻസിയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നിന്റെ അച്ഛൻ ഒരുപാട് കാലം മുന്നേ എന്നെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. നിന്റെ അച്ഛൻ നല്ലോണം കോഫ്ത ഉണ്ടാക്കുമായിരുന്നു. പാവങ്ങൾക്ക് കോഫ്ത ഉണ്ടാക്കി നൽകുമായിരുന്നു. നിന്റെ മുത്തശ്ശിയും അമ്മയും ഇതെല്ലാം കണ്ടിട്ടുണ്ട്. അവരെല്ലാവരും അത്ര നല്ലവരായതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ നിന്നെ സഹായിക്കാൻ വന്നത്. മനസ്സിലായോ? ഇത്രയും പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞു ദേവത അവിടെ നിന്നും അപ്രത്യക്ഷയായി. ബൻസി അന്വേഷിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് മുത്തശ്ശി എത്തിച്ചേർന്നു. ബൻസി, നീ എന്താ മോനെ പുറത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പിന്നെ ഈ ഉന്തുവണ്ടി ആരതാണ്? ഇത് എവിടെ നിന്ന് ഇവിടെ വന്നു? ഇത് നമുക്ക് ഒരു ചെറിയ മാലാഖിയാണ് തന്നിട്ട് പോയത്. ബൻസി അപ്പോൾ അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും മുത്തശ്ശിയോട് പറഞ്ഞു. ഇപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ട്. ഞാൻ നിന്റെ മാതാപിതാക്കളുടെ കൂടെ ചേർന്ന് കോഫ്ത വിൽക്കാൻ നിൽക്കുമ്പോൾ അവിടെ ഒരു പാവം കുഞ്ഞു പെൺകുട്ടി ദിവസവും വന്ന് കോഫ്ത കഴിക്കുമായിരുന്നു. പക്ഷെ അവളപ്പോൾ ദേവതയായിരുന്നില്ല. ഇനിയിപ്പോൾ ദിവസവും നമുക്ക് കോഫ്ത ഉണ്ടാക്കി വിൽക്കാം, വെറും 10 രൂപയ്ക്ക്. പിന്നെ എന്തു സംഭവിച്ചു? അടുത്ത ദിവസം മുതൽ സരസ്വതിയും കുഞ്ഞു ബൻസിയും ചേർന്ന് ആ ഗ്രാമത്തിൽ കോഫ്തയുണ്ടാക്കി വിൽക്കാൻ തുടങ്ങി. മധുരമുള്ള കോഫ്ത, പനീർ കോഫ്ത, പാലക് കോഫ്ത, മഞ്ചൂരിയൻ കോഫ്ത, വെണ്ടക്കയുടെ കോഫ്ത, പട്ടാണി കോഫ്ത. എല്ലാവരും വേഗം വരൂ, വെറും 10 രൂപയ്ക്ക്. ഒരുപാട് ഗ്രാമവാസികൾ അവരുടെ അടുത്ത് കോഫ്ത കഴിക്കാനായി വന്നു. മണം വളരെ നന്നായിട്ട് വരുന്നുണ്ടല്ലോ. ഞാനും കുറച്ചൊന്ന് കഴിച്ചു നോക്കട്ടെ. എനിക്ക് സൊറക്ക കോഫ്ത ഒന്ന് തരാൻ പറ്റുമോ? ഇതാ കഴിക്കൂ. ആ കോഫ്ത കഴിച്ച മനുഷ്യന് വളരെയധികം സന്തോഷമായി. ഓഹ്, എന്റെ പൊന്നോ, ഈ കോഫ്ത ശരിക്കും നല്ല രുചിയുണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ എന്റെ സുഹൃത്തുമാർ ഇവിടെ കൊണ്ടുവരും. പിന്നെ ഞാൻ എല്ലാരടുത്തും പറയും. അങ്ങനെ വളരെ പതുക്കെ സരസ്വതിയുടെ 10 രൂപയുടെ കോഫ്ത വളരെയധികം പ്രശസ്തമായി. ജനങ്ങൾ എല്ലാവരും തന്നെ സരസ്വതിയുടെ ഉന്തുവണ്ടിയുടെ സമീപത്ത് കോഫ്തയ്ക്ക് വേണ്ടി തിരക്കുകൂട്ടി. അവരവരുടെ ഊഴത്തിനായി കാത്തുനിന്നു.
അവരുടെ ജീവിത നിലവാരവും പതുക്കെ ഉയരാൻ തുടങ്ങി. ബൻസിയും ഇപ്പോൾ നല്ലൊരു സ്കൂളിലാണ് പഠിക്കുന്നത്. ചേടാ, ഈ കിഴവി അങ്ങനെ എന്ത് മായമന്ത്രമാണ് ചെയ്തിരിക്കുന്നത്? ഇത് എങ്ങനെയാണ് സംഭവിച്ചത്? ഇന്നേലൊന്ന് 3 മാസം മുമ്പ് വീട്ടിലൊരു 10 റുപ്യ കോയിൻ പോലും ഉണ്ടാവില്ല. പക്ഷെ ഇപ്പൊ നോക്ക്, അവൾ സ്ഥലത്തിന് മേലെ സ്ഥലം വാങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്തോ ഒരു രഹസ്യമുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് ഭീമന ചേട്ടാ, തീർച്ചയായിട്ടും എന്തോ ഒരു രഹസ്യമുണ്ട്. ഇന്ന് രാത്രി എല്ലാരും ഉറങ്ങിയതിനു ശേഷം നമ്മൾ 2 പേരും പോയിട്ട് അവിടെ എന്താണ് നമുക്ക് കണ്ടുപിടിക്കാം. പിന്നെ ആ തള്ളുവണ്ടി കട വന്നിട്ട് നമുക്ക് അടിച്ച് പൊട്ടിച്ച് നശിപ്പിച്ച് കളയാം. അതിനെപ്പറ്റി നിങ്ങളൊന്നും വിഷമിക്കേണ്ട ചേട്ടാ, ആ കാര്യം ഞാൻ അങ്ങ് ഏറ്റ്. ആ തള്ളുവണ്ടി കട ഇനി ഉണ്ടാവില്ല. അങ്ങനെ രാത്രിയായ സമയത്ത് ഭീംനാഥിന്റെ സഹായി ഉന്തുവണ്ടിയുടെ സമീപം വന്നു നിന്നു. അവൻ അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആ കുഞ്ഞു ദേവത പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, എനിക്കറിയായിരുന്നു ആരെങ്കിലും ഒരാൾ ഈ ഗ്രാമത്തിൽ ഉണ്ടാകുമെന്ന്. അവൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമെന്ന്. ഇത്രയും സന്തോഷമുള്ള കുടുംബത്തിനെ കണ്ണുവെക്കുമെന്ന്. പൂമ്പാറ്റേ, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? മര്യാദയ്ക്ക് അവിടുന്ന് പോയിക്കോ, എന്റെ ജോലി ചെയ്യാൻ വിടുന്നേ. നീ ഞാൻ പറഞ്ഞ കാര്യം അങ്ങനെയൊന്നും കേൾക്കില്ല. നിൽക്കു, ഞാൻ ഇപ്പൊ തന്നെ നിന്നെ കാണിച്ചു തരാം. ആ കുഞ്ഞു ദേവത തന്റെ ശക്തി വെച്ച് ആ കള്ളന്റെ മേൽ ചിറക് വെച്ചു. ചിറക് വച്ച ഉടനെ തന്നെ ആ കള്ളൻ അവിടെ നിന്നും പറക്കാൻ തുടങ്ങി. അയ്യോ, എന്നെ രക്ഷിക്കോ, എന്നെ രക്ഷിക്കോ, അയ്യോ എന്നെ താഴെ വിട്ടേക്ക് പ്ലീസ്. ആ കള്ളന്റെ ശബ്ദം കേട്ട് അവിടേക്ക് ബാക്കി എല്ലാവരും എത്തിച്ചേർന്നു. സരസ്വതിയും ബൻസിയും കൂടി അങ്ങോട്ടേക്ക് എത്തി. എന്താ ഇവിടെ നടക്കുന്നത്? നിങ്ങളൊക്കെ ആരാണ്? ആ പൂമ്പാറ്റിന്റെ അടുത്ത് ചോദിച്ചോ, ഇനി ഞാൻ മോഷ്ടിക്കാൻ വരില്ല, എന്നെ താഴെ ഇറക്കാൻ പറയൂ. ആ ഭീംനാഥാണ് പറഞ്ഞത് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി. ഞാൻ എവിടെയാ പറഞ്ഞത്? ഇവൻ വെറും കള്ളം പറയാണ്. ഞാൻ എന്തിനാ അങ്ങനെ പറയാൻ പോകുന്നത്? ഈ ദിവസത്തിന് ശേഷം ഏതെങ്കിലും ഒരാൾ ബൻസിയെയും സരസ്വതി അമ്മയെയും ഉപദ്രവിച്ചാൽ അവർക്കും ഈ ശിക്ഷ തന്നെ കിട്ടും. ആ 2 പേരെയും പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണം. ഗ്രാമവാസികളെല്ലാം ചേർന്ന് ഭീംനാഥിനെയും ആ കള്ളനെയും പോലീസിൽ ഏൽപ്പിച്ചു. അവർ തങ്ങളുടെ കട വളരെ നന്നായി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. സരസ്വതി അമ്മയുടെ 10 രൂപയുടെ കോഫ്ത എല്ലായിടത്തിലും പ്രശസ്തമായി. ഞാൻ നിങ്ങളുടെ കോഫ്തിനെ പറ്റി കുറെ ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ എനിക്ക് പനീർ കോഫ്ത തരാൻ പറ്റുമോ? തീർച്ചയായും ഞാൻ ഉണ്ടാക്കി തരാം. അങ്ങനെ സരസ്വതി അമ്മ ആ ഇംഗ്ലീഷുകാരന് പനീർ കോഫ്ത കൊടുത്തപ്പോൾ അദ്ദേഹം തന്റെ വീഡിയോയിലും വ്ലോഗിലുമെല്ലാം ഇതിനെപ്പറ്റി പോസ്റ്റ് ചെയ്തു. ആ വീഡിയോയ്ക്ക് ഒരുപാട് ലൈക്സും കമന്റ്സും വന്നു. ആ വീഡിയോ കാരണം ഇന്ത്യയിലും വിദേശത്തുമെല്ലാം സരസ്വതി അമ്മയുടെ കോഫ്ത പ്രശസ്തമായി. ബൻസി നല്ല സ്കൂളിൽ പഠിക്കാൻ തുടങ്ങി. പിന്നെ സരസ്വതി അമ്മ തന്റെ 10 രൂപയുടെ കോഫ്ത കൊണ്ട് വളരെ സന്തോഷവതിയും ജീവിതം നന്നായി ജീവിക്കാനും തുടങ്ങി. മറ്റുള്ളവരെ സഹായിക്കാനും തുടങ്ങി.